മിനിയോ? അങ്ങോട്ട് വന്നല്ലോ. എപ്പോ? വിളക്ക് വെച്ചോടനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടല്ലോ. എന്റെ ഈശ്വര, എന്നിട്ട് അങ്ങോട്ട് എത്തിയില്ലല്ലോ. എത്തിയില്ലേ? പിന്നെ എങ്ങോട്ടാ പോയേ? ഞാൻ വിചാരിച്ചു ഇവിടെ ശ്രീകുട്ടിയായിട്ട് വല്ല കഥയും പറഞ്ഞിരിക്കണ്ടാവുന്ന്. ഞാൻ എവിടെ പോയി അന്വേഷിക്കും? സരോജം, അവളാ വാര്യത്തോ മോമാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും. വല്ല പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ. എനിക്കറിയില്ല എന്റെ ഈശ്വര. സരോജം, നീ വിഷമിക്കാണ്ടിരിക്കേ. അവളിപ്പോ വീട്ടിലെത്തിണ്ടാവും. അങ്ങനെയൊന്നും എന്നോട് പറയാണ്ട് എങ്ങോട്ട് പോവില്ലേ അവള്? നീ കരയാണ്ടിരിക്കേ. ആരാടത്? ഗോപയാണോടാ? അല്ല, കബീറ. ആ കബീറ വന്നവിടെ നിന്നാ. സരോജനയുടെ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയതാ. എങ്ങനെ പോയ? അതറിയാമെങ്കിൽ പിന്നെ നീ ഇവിടെ അയ്യപ്പനോടും ആ ശാന്തിയോടും ഒന്ന് വേഗം വരാൻ പറയും. അല്ല വിദ്യാര, ഇനിയിപ്പോ വല്ല പ്രേമങ്ങാനും ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പോഴത്തെ കാലം. ഒന്ന് പോടോ. കാലം സരോജൻ, നീ ഒന്ന് സമാധാനിക്കേ. അവൾക്കൊന്നും ഉണ്ടാവില്ല. അയ്യപ്പനല്ലേ? അയ്യപ്പനാണോ? അതെ. വിവരം വല്ലതുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് വഴിക്കാ? ഞങ്ങൾ പുഴയിലേക്കൊന്ന് ഇറങ്ങാം. ആ, നിങ്ങൾ ആ വഴി പോകുമ്പോ അമ്പലക്കുളത്തിലൊന്ന് ഇറങ്ങി നോക്കിക്കോട്ടോ. ഓ. ഏട്ടാ, നിങ്ങൾ ബേജാറാവണ്ടിരി. എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അച്ഛനെ തേടി അവള് പോയെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും നേരം വെളുത്തിട്ടൊന്ന് പോയി അന്വേഷിച്ചു നോക്കാം. അതിനിപ്പോ അയാൾ ഉണ്ടോ ഇല്ലേ എവിടെയാന്ന് ആർക്കറിയാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെ? സരോജിനിയോ? വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്കാ? നമ്മുടെ കാർത്തിയാനിയും മൊയ്മദാരിയുടെ ഉമ്മയൊക്കെ കൂടെയുണ്ട്. അവളുടെ നിലവിളി കണ്ടിട്ട് സഹിക്കണില്ല. ഇനിയിപ്പോ തിരക്കാൻ ഒരിടമില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാലും അവള് സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട്. മണിയേട്ടാ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവൾക്കൊന്നും പറ്റിയുണ്ടാവില്ല. മണിയേട്ടൻ പോയിന്ന് കിടന്നേൻ. ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും നേരം വെളുക്കും. പിന്നെ അവൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. മിഞ്ചിച്ചി കണ്ടില്ല അച്ഛാ? മോള് കിടന്നോ? അച്ഛാ, മിനിയമ്മല്ലേ? മിനിക്കുട്ടി, മിനിക്കുട്ടി, അച്ഛ മോളെ, നീ എവിടെ മോളെ? മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ ഒന്ന് വരണ്ട.
അച്ഛ ചെലപ്പോ ആ രാക്ഷസൻ മിഞ്ചേച്ചി കൊന്നുണ്ടാവോ? മോളെ അച്ഛനവിടെ? എണീറ്റിട്ടില്ല. പനേട്ടാ പനേട്ടാ ആരാ ആരാ എന്തായി പനേട്ടാ ഇനി മിനി അവക്കെന്താ പറ്റി? പോയി പനേട്ടാ. അവളെ കൊന്നു. ആരാണ്ടൊക്കെ ചേർന്ന് അവളെ കൊന്നു. ഇന്നലെ മൂപ്പരുടെ വീട്ടിൽ നിന്നാ പോയത്. ആരെങ്കിലും കയറി നോക്കിയോ? അയ്യപ്പൻ കയറി നോക്കി. സരോജിനിയുടെ മോള് തന്നെയാണോ? പാവാട നായ്ക്കള് കടിച്ചൊലിക്കണ ഞാൻ നോക്കിയ ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. നായയാണോ മനുഷ്യനാണോ? സരോജിനി വിവരം അറിയിച്ചോ? ഇല്ല, എനിക്ക് വയ്യ. പാവാട നായ്ക്കള് കടിച്ചു വലിക്കണ ഞാനും കണ്ടു. പക്ഷെ സംഗതി അറിയില്ലല്ലോ. കഷ്ടം, 10-15 വയസ്സല്ലേ ഉള്ളൂ. മണി പോലീസ് വന്നിട്ട് കയറിയാ മതി. മണി 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 ബോഡി കൊണ്ടുവന്നു. നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഇതെന്ത് ഇരിപ്പാടായി ഇരിക്കണേ? അധിക നേരം വെച്ച് താമസിപ്പിക്കണില്ല, ഉടനെ മറവ് ചെയ്യും. അതിനു മുമ്പ് ഒന്ന് കാണണ്ടേ നിനക്ക്? മണി വേണ്ട മലട, കാണണ്ട. ഇന്നലെ നേരത്തെ എന്നോട് ചിരിച്ച് വർത്താനം പറഞ്ഞു. എന്റെ കണ്ണിലുണ്ട്, അത് മതി. കാണണ്ട, വേണ്ട. നിങ്ങൾ പൊയ്ക്കോ, അവിടെ ആൾക്കാരുണ്ടാവില്ല. ചെല്ല്. എന്നെയും കൊല്ലുവച്ച രാക്ഷസൻ. സരോജം, ഒന്നും കാണാൻ വയ്യാത്തോണ്ടാ ഞാൻ വരാണ്ടിരുന്നത്. പിന്നെ ശ്രീകുട്ടിക്ക് ഈ വഴി വരാൻ സാധിക്കും. ഇനി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? പോയത് പോയി, അത്ര യോഗമുള്ളൂ. ഒക്കെ സഹിക്കാൻ മണിയേട്ട.
എന്റെ മോളെ ഇറച്ചി കഷ്ണം പോലെ കടിച്ചു കയറി. ഈശ്വര, സരോജ, ഒക്കെ വിദ്യ നമുക്ക് തടുക്കാൻ പറ്റുമോ? ഞാനിനി എന്തിനാ മണിയേട്ടാ ജീവിക്കണേ? വേണ്ടാത്ത ഒന്നും പറയണ്ട. നമുക്ക് ഒരു മോളും കൂടി ഇല്ലേ? അവളെ വളർത്തണ്ടേ നമുക്ക്? സമാധാനിക്ക്, ഇനിയുണ്ട് ജീവിതം. ഞാനുണ്ട് നിനക്ക്. നമുക്കൊരു മോളുണ്ട്. സരോജം, കരയണം എന്തിനാ? ഇനി നീ ഒറ്റയ്ക്കാവില്ല, ഒറ്റയ്ക്കാവില്ല. ആരാ? ഇവിടെ കമ്പനി പഠിക്കൽ കച്ചവടം ചെയ്യുന്ന ആചാരുടെ ഇളയ മോളാ. 18 വയസ്സ്. അതിനെ കൊന്നതാ? കൊന്നത്? ആ കുട്ടി 4-5 കൊല്ലമായിട്ട് ക്യാൻസർ പിടിച്ച് കിടപ്പിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാച്ചിന് ഒരു ഓട്ടം കൂടുതൽ. എടാ പോലീസ്! ഞാൻ കരുതി നിന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരികയെന്ന്. ഒക്കെ ഓരോ കാട്ടിക്കൂട്ടൽ. ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഇടി കുറെ കൊണ്ടു. ഇടിക്കാണ്ട് പിന്നെ കേസ് തെളിയിക്കാൻ പറ്റൂ? പ്രതികൾ 1-2 അല്ല, 5-8 ആളുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടത്തില്. അന്നൊരു 7 മണിക്ക് ഒരു ചുവന്ന ജീപ്പ് നരിമടക്കുന്നിന്റെ ഭാഗത്തേക്ക് പോണത് കണ്ടവരുണ്ട്. ആര് കണ്ടു? പറഞ്ഞു കേട്ടതാ. പോലീസ് അന്വേഷിക്കല്ലേ? കൊന്നത് ഒരാളാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, സത്യം. എന്നാ അത് പോലീസ് പറയായിരുന്നില്ലേ? പറഞ്ഞല്ലോ ആ കാര്യം. തെളിവുണ്ടോ? പക്ഷേ എനിക്കൊരു തെളിവും വേണ്ട, എനിക്ക് ഉറപ്പാ. എന്താ വിദ്യാർത്ഥി ഈ വഴി? വീട്ടിൽ നിൽക്കാൻ ഒരു സ്ത്രീയെ കിട്ടുന്ന നോക്കാൻ പോയതാ. മോക്കൊരു കൂട്ടിന്. മോക്ക് മാത്രമാക്കണ എന്തിനാ? തനിക്ക് ഇവിടെ ഒരു കൂട്ടായിക്കൂടെ? നിക്കണവിടെ. പോലീസുകാരോട് നിന്റെ പേര് പറഞ്ഞല്ലടാ? സത്യല്ലേ? എന്റെ കുട്ടിയെ നീയാ? നീ എന്നെയാ? ആയെ തോന്നിയാസം പറഞ്ഞ കാച്ചിക്കളയും ഞാൻ. അറിയാത്ത കാര്യത്തിന് എന്റെ തലയിൽ വെച്ചിട്ടുണ്ടോ കൊല്ലും ഞാൻ തന്നെ. ഞാൻ കൊല്ലണം.